ശ്രീ യുവരാജ് ഗോകുൽ, BJP നടത്തിയ പ്രവർത്തനങ്ങളാണ് അവിടെ വളരെ കൃത്യമായി സഖ്യം നടത്തിയ മഹായുതി അവിടെ നടത്തിയ വലിയ പ്രവർത്തനങ്ങളാണ് പ്രോജക്റ്റ് ചെയ്യപ്പെടുന്നത്. ഞങ്ങൾ ഒരു തവണ നമുക്കൊരു പാളിച്ച പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സിംഹത്തിന് മുറിവേറ്റ സിംഹത്തിനെയാണ് ഭയക്കേണ്ടതെന്ന് പറയും. കാരണം ഒന്നെങ്കിൽ നിങ്ങൾ വെൻ യു സ്ട്രൈക്ക് എറ്റ് എ കിങ് യു ഷുഡ് കിൽ ഹിം. അയാളെ കൊല്ലാൻ നിങ്ങൾക്ക് സാധിക്കണം. അല്ലാതെ മുറിവേൽപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് തിരിച്ചെഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ 370, 400 ഒക്കെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ നിങ്ങൾക്കെന്തായിരുന്നു അവിടെ റോള്? നിങ്ങളെന്താണ് പ്രതീക്ഷിച്ചിരുന്നത്? നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു അപ്പോഴും പ്രതീക്ഷിച്ചിരുന്നത്. നിങ്ങളുടെ ആഘോഷമൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തോറ്റു, ഞങ്ങൾ പ്രതിപക്ഷത്ത് പോയിരിക്കുന്നു, നിങ്ങളാണിപ്പോൾ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണല്ലോ തോന്നുന്നത്. ശരിയാണ് സാർ, ഞങ്ങൾക്ക് ചെറിയ പാളിച്ച പറ്റിയിട്ടുണ്ട്, ഇല്ല എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ഞങ്ങൾ അതിൽ നിന്ന് കൃത്യമായിട്ട് പാഠം പഠിച്ചു എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഹരിയാന റിസൾട്ടിൽ നിങ്ങൾക്ക് കാണാവുന്നതായിരുന്നു. നിങ്ങൾക്ക് ജമ്മു കാശ്മീർ റിസൾട്ടിലും BJPയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്ന പ്രോഗ്രഷൻ എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഹരിയാനയിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ ലഭിച്ച 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് തിരിച്ചു വരാനുള്ള ഒരു സൂചന കിട്ടുന്നു എന്നുള്ള തലത്തിൽ വന്ന ഒരു റിസൾട്ടിൽ നിങ്ങൾക്ക് കിട്ടുമായിരുന്ന ഒരു അഡ്വാൻറ്റേജിനെ, പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജിനെ കംപ്ലീറ്റ്ലി നഷ്ടപ്പെടുത്തുന്ന ഒരു റിസൾട്ടാണ് ഹരിയാനയിൽ നിങ്ങൾക്കുണ്ടായത്. അതിൻ്റെ ഒരു തുടർച്ച മാത്രം. ഇപ്പം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇവിടുത്തെ ടോക്ക് എന്തായിരുന്നു? വരാൻ പോകുന്ന ഹരിയാനയാണ്, ഹരിയാനയിൽ കോൺഗ്രസ് ജയിക്കുന്നു, ജമ്മു കാശ്മീർ കോൺഗ്രസ് ജയിക്കുന്നു, മഹാരാഷ്ട്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സ്റ്റേറ്റാണ്, ആ രണ്ടാമത്തെ സ്റ്റേറ്റിലും കോൺഗ്രസ് തിരിച്ചു വരാൻ പോകുന്നു. കാരണം ഇപ്പോൾ സബ്ജക്ട് ടു കറക്ഷൻ എന്ന് പറഞ്ഞ പോലെ 17 ആണോ 18 ആണോ, നിങ്ങൾക്ക് 30 ആണോ 31 ആണോ, ആ കാര്യത്തിൽ എനിക്കും ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. വാട്ട് എവർ, നിങ്ങൾക്ക് ഞങ്ങൾ ഓൾമോസ്റ്റ് ഇരട്ടി സീറ്റ്, ഇപ്പോൾ 17 ആണ് കിട്ടിയെന്നുണ്ടെങ്കിൽ 30 വരുമ്പോൾ 34 ഇരട്ടിയെങ്കിലും ഓൾമോസ്റ്റ് ഇരട്ടിയോളം തന്നെ നിങ്ങൾക്ക് വലിയ അഡ്വാൻറ്റേജ് മഹാരാഷ്ട്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് കിട്ടിയതാണ്. റിസൾട്ട് വന്നിട്ട് എത്ര നാളായി? ജൂണിലാണ് റിസൾട്ട് വന്നത്. 6 മാസം തികച്ചായിട്ടില്ല. ആ 6 മാസം തികച്ചാകാത്ത സാഹചര്യത്തിൽ തന്നെ നിങ്ങളിപ്പോൾ ഒരുപാട് പിറകിലേക്ക് പോയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ പറയുന്ന സർവേകളാവട്ടെ എന്താവട്ടെ, ഇനി 10 സീറ്റോ 15 സീറ്റോ 1 സീറ്റോ ആയിക്കൊണ്ട് പോട്ടെ, BJPയും NDAയും അവിടെ വളരെ കംഫർട്ടബിളി തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയല്ലേ അത് സൂചിപ്പിച്ചിരിക്കുന്നത്. പൊളിറ്റിക്കലി വി ആർ ബാക്ക് എന്നുള്ളതാണ് ഈ പറയുന്ന അസംബ്ലി ഇലക്ഷൻസ് ഇന്ത്യൻ പൊളിറ്റിക്സിനകത്ത് കൊടുക്കാൻ പോകുന്ന റിസൾട്ട് എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഏകനാഥ് ഷിൻഡെ പറഞ്ഞത് അങ്ങ് കേട്ടില്ല എന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, എന്താണ്? CM-നുള്ള റേസിന് ഞാനില്ല. ഇത് തന്നെയാണ് ദേവേന്ദ്ര ഫഡ്നാവിസും അപ്പുറത്ത് പറയുന്നത്. എന്താണ്? CM-നുള്ള റേസിൽ ഞാനില്ല എന്നുള്ള കാര്യം. അപ്പോൾ BJPക്കകത്തുള്ള പ്രമുഖരായിട്ടുള്ള നേതാക്കൾ അല്ലെങ്കിൽ NDAക്കകത്തുള്ള പ്രമുഖരായ നേതാക്കൾ പറയുന്നത് ഞങ്ങൾ ആരും റേസിലില്ല എന്നുള്ള കാര്യം തന്നെയാണ്. ഇനി ദേവേന്ദ്ര ഫഡ്നാവിസിന് മുഖ്യമന്ത്രി ആകണമെന്നുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ തവണ തന്നെ ആകാമായിരുന്നല്ലോ. ഏകനാഥ് ഷിൻഡെ തന്നെ പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നെ മുഖ്യമന്ത്രിയാക്കിയിട്ട് BJP പ്രഖ്യാപിക്കുക എന്നുള്ള കാര്യം ഞാൻ ഒരു കാലത്തും പ്രതീക്ഷിച്ചില്ല എന്നാണ് ഏകനാഥ് ഷിൻഡെ തന്നെ പറയുന്നത്. അപ്പോൾ അന്ന് തന്നെ വേണമെങ്കിൽ ദേവേന്ദ്ര ഫഡ്നാവിസിന് മുഖ്യമന്ത്രിയാകാൻ സാഹചര്യം ഉണ്ടായിരുന്നില്ലേ? ഇനി മസ്റ്റ് വിന്നായിട്ട് വരുന്ന ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ആ തെരഞ്ഞെടുപ്പിനകത്ത് പരസ്പരം അന്തഛിദ്രം ഉണ്ടാക്കിയിട്ട് വേണോ അദ്ദേഹത്തിന് ഇനി ഷിൻഡെ മറിച്ചിട്ടിട്ട് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായിട്ട് വരാൻ വേണ്ടിയിട്ട്? പിന്നെ അങ്ങപ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്, മഹാരാഷ്ട്രയിലെ പ്രധാന 3 കക്ഷികളെന്ന് പറഞ്ഞിട്ട് അങ്ങ് ആദ്യം പറഞ്ഞ പാർട്ടിയുടെ പേര് കോൺഗ്രസ് എന്നാണ്. രണ്ടാമത് അങ്ങ് പറഞ്ഞു ശരത് പവാർ നേതൃത്വം നൽകുന്ന NCP എന്ന് പറഞ്ഞു. മൂന്നാമതാണ് ഉദ്ധവ് താക്കറെയുടെ ശിവസേന എന്ന് പറഞ്ഞത്. ഈ കാര്യം നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം സീറ്റ് നിങ്ങൾ മത്സരിക്കാൻ കൊടുത്തിരിക്കുന്ന പാർട്ടി ശിവസേനയാണ്. ഉദ്ധവ് താക്കറെയുടെ 21 സീറ്റാണ് കൊടുത്തത്. നിങ്ങൾ കോൺഗ്രസ് പോലും അത്രയും സീറ്റിൽ മത്സരിച്ചിട്ടില്ല എന്നേ. NCP വെറും 10 സീറ്റിൽ മാത്രമാണ് അവിടെ മത്സരിച്ചിരിക്കുന്നത്. അപ്പോൾ ക്രൊണോളജി ആ ഓർഡറിൽ പോലും നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ശിവസേനയോടുള്ള അവജ്ഞ, കേരളത്തിലിരിക്കുന്ന കോൺഗ്രസ് നിങ്ങളുടെ സ്വന്തം സഖ്യകക്ഷിയായിട്ടുള്ള ശിവസേനയോടുള്ള അവജ്ഞ, അതായത് ആ സഖ്യത്തിനകത്ത് നിലവിലുള്ള ഏറ്റവും വലിയ പാർട്ടി ആയതുകൊണ്ടായിരിക്കണമല്ലോ അവർക്ക് ഏറ്റവും അധികം സീറ്റ് നിങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി കൊടുത്തത്. അവർ ആ സഖ്യത്തിനകത്തുള്ള മൂന്നാമത്തെ മാത്രം പാർട്ടിയാണെന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് അവരോടുള്ള അവജ്ഞ ഇവിടെ ഇരുന്ന് തന്നെ വ്യക്തമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മഹാരാഷ്ട്രയിൽ എന്തായിരിക്കും സംഭവിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് നമുക്ക് നല്ല ധാരണയുണ്ട്. ഇതിലും വലിയ അന്തഛിദ്രങ്ങൾ ഇൻഫൈറ്റിംഗ് ആയിരിക്കും അവിടെ നടക്കാൻ പോകുന്നത്. റിസൾട്ട് വരുമ്പോൾ വ്യക്തമാവുമല്ലോ.